എൻ്റെ പ്രിയ സഹോദരൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടിനു ജോർജ് പാസ്റ്റർ, ദൈവത്തെ അറിയാനും കാണാനും ഭാഗ്യം ലഭിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു പ്രസംഗം നടത്തുന്നതല്ല, എൻ്റെ അനുഭവ സാക്ഷ്യം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാത്ത മനുഷ്യനല്ല. പാർഷ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൊണ്ടയിടറിയതുപോലെ പാർഷയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും അതേ വികാരമാണ്. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. എനിക്ക് എൻ്റെ നാട്ടുകാരനായ ഈ പാർഷയെ പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് നിങ്ങൾ അറിയണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നൊരു ഘട്ടത്തിൽ എല്ലാം തരണം ചെയ്യാൻ ദൈവത്തെ വിളിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചാനലിൽ ഞാനൊരു പാസ്റ്ററുടെ പ്രസംഗം കേട്ടു. അങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു, നല്ല പ്രഭാഷണമാണ് ആ പാസ്റ്റർ, നീ ഒന്ന് കേൾക്കണം, മനസ്സിന് സമാധാനം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സുഹൃത്ത് ഷാജി കൈലാസ് ആ സമയത്തുണ്ടായിരുന്നു അവിടെ, സംവിധായകൻ. അപ്പൊ ഷാജിയുടെ അമ്മ പറഞ്ഞു, ഷാജിയുടെ ഭാര്യ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഷാജി ഒരു കാര്യം ചെയ്യും, ഈ പാസ്റ്ററുടെ ഫോൺ നമ്പർ ഒന്ന് സംഘടിപ്പിക്കണം. എന്റെ അമ്മ പറയാണ്, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം, കാണാനും ആഗ്രഹമുണ്ട് ഈ പാസ്റ്ററെ. അതുകൊണ്ട് ഷാജി ആ നമ്പറും സംഘടിച്ചു. അപ്പൊ ഷാജി പറഞ്ഞു, ഞാൻ സംഘടിപ്പിക്കാം. അങ്ങനെ കോട്ടയത്ത് ആരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഷാജി അമ്മയ്ക്ക് നമ്പർ കൊടുക്കുന്നു, എനിക്കും തരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി ഷാജി കൈലാസ് ഒന്ന് ഡയൽ ചെയ്യണം ഈ ഫോണിലേക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇരിപ്പുണ്ട്. ഡയൽ ചെയ്യുമ്പോൾ പാസ്റ്റർ ഫോൺ എടുത്തു. പക്ഷെ പാസ്റ്റർ അന്ന് ഇവിടെയെങ്കിലും ഇല്ല, ഹിമാചൽ പ്രദേശിൽ യാത്ര ചെയ്തുകൊണ്ട്, അരുണാചൽ പ്രദേശിൽ ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കട്ടായി പോകും. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഗണേഷ് കുമാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഒരു 2 മാസം മുമ്പേ ഞാൻ പത്തനാപുരത്തുള്ള ഒരു സുഹൃത്തിനോട് അദ്ദേഹത്തിന് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറയാൻ പറ്റൂ. അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല, ഞങ്ങൾ തമ്മിൽ കാണാൻ പറ്റിയില്ല. പക്ഷെ പാസ്റ്റർ ഞാൻ വിളിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഒരു നിമിഷം വിഷമിക്കണ്ട, ഞാൻ ഫോണിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഫോണിലൂടെ പ്രാർത്ഥിച്ചു, എന്റെ കണ്ണ് നിറഞ്ഞൊഴി. പക്ഷെ പിന്നീട് ഞാൻ പാസ്റ്ററെ വിളിക്കും, പാസ്റ്റർ എന്നെ വിളിക്കും. 2-3 ദിവസം പാസ്റ്റർ മടങ്ങി വന്നിട്ടില്ല. 2-3 ദിവസം എന്റെ മനസ്സിന്റെ ഭാരങ്ങളും വേദനകളുമായിട്ട് ഞാൻ കിടന്നു. ഇടയ്ക്കിടയ്ക്ക് രാത്രി 12 മണിക്കും 1 മണിക്കും പാസ്റ്റർ വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കും. ഉറക്കമൊഴിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അത്ഭുതം എന്ന് പറയട്ടെ. ഈ സഹോദരൻ എല്ലാ കാര്യങ്ങളും യേശു പറഞ്ഞു അദ്ദേഹത്തോട്, എല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു. നിങ്ങൾക്കും ആർക്കും അറിയാത്ത, എന്നെ കൊല്ലാൻ എന്റെ ചോര കുടിക്കാൻ നടക്കുന്നവർക്കും അറിയാത്ത ജീവിത കാര്യങ്ങൾ, വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നെ പല ഘട്ടങ്ങളിലും, വളരെ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ തരണം ചെയ്യാൻ ഒരുപക്ഷെ യേശുവിന്റെ പ്രാർത്ഥന എനിക്ക് ഫലം ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നാളെ ഏതെങ്കിലും ചാനൽ എടുത്തുകൊണ്ട് പോയിട്ട് വികട കവിയെ കേട്ടിടും. അതിലെനിക്ക് എനിക്ക് വിഷമമൊന്നുമില്ല, അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. പക്ഷേ സത്യം എവിടെയും പറയാതിരിക്കാൻ പറ്റില്ല. യേശു ദൈവമാണ്. ആ ദൈവത്തെ എന്റെ അമ്മ എനിക്ക് വളരെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നു. പക്ഷേ നമ്മോടൊപ്പം ജീവിക്കുന്ന യേശുവിനെ എനിക്ക് പാസ്റ്റർ കാണിച്ചു തന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതായി നമ്മളിവിടെ ഈ ഷോർട്ട് ഫിലിമിൽ നമ്മൾ കണ്ടു. ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. വിവാഹ സഹായം, ആശുപത്രിയിലെ സഹായങ്ങൾ, അതിനുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുക. ഇതെല്ലാം ഉണ്ടാക്കുമ്പോഴും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ദൈവദാസൻ നമ്മളെ കൊണ്ടതെല്ലാം ചെയ്യിക്കുന്നത്. ഇതിൽ നിങ്ങളെല്ലാം വലിയ പന്തലിട്ടു. ഈ സുവിശേഷം ഇവിടെ നടക്കുമ്പോൾ നിങ്ങളെല്ലാം അതിൽ പങ്കാളികളാണ്. നിങ്ങളുടെ എളിയ സംഭാവനകളാണ് ഈ ചാരിറ്റി ആയിട്ട് പോയത്. ബഹുമാനപ്പെട്ട MLA ഐഷാപൂറ്റി പറഞ്ഞ പോലെ, ഒരു പെണ്ണാണെങ്കിലും ആണെങ്കിലും സഹായിക്കാൻ പോയാൽ ഇന്നത്തെ കാലത്ത് മോശമാണ്, അത് കുഴപ്പത്തിൽ ചാടും. അത് ഒരു വനിതാ MLA ആളെന്ന് പറഞ്ഞു, ഒരു പെൺകുട്ടിയാണ് സഹായിക്കുന്നതെങ്കിൽ അവന്റെ കാര്യം പോക്കില്ല. അതുകൊണ്ട് അത്തരം സഹായങ്ങളൊക്കെ നിർത്തിയിട്ട് പാസ്റ്റർ കൂടെ കൂടുക, നമുക്ക് പറ്റുന്ന സഹായം അർഹിക്കുന്നവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അതൊരു മാർഗമാക്കുക. നേരിട്ട് സഹായിക്കാൻ പോയാൽ അത് പിന്നെ വേദനയ്ക്കിടവരും, ദുഃഖത്തിനിടവരും. അതെല്ലാം മാറണം. ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന നമ്മൾ ദൈവത്തെ അറിയണം, ദൈവത്തിനോട് ജീവിക്കണം. ഞാൻ ഒരു വാക്കേ പറയുന്നുള്ളൂ. എനിക്ക് ചുറ്റും നിങ്ങൾക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ദൈവദാസനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ടിനു ജോർജ് എന്റെ സഹോദരനാണ്. ഞാൻ മിക്കവാറും ദിവസങ്ങൾ നിങ്ങൾ സംസാരിക്കാറുണ്ട്. എത്ര വിഷമമുണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും ഞാൻ ആദ്യം പറയുന്ന പാസ്റ്ററോടാണ്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും, എന്റെ എല്ലാ സംശയങ്ങളും ഞാൻ ചോദിക്കും. അദ്ദേഹം എന്നെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു. എവിടൊക്കെ വായിക്കണമെന്ന് പറഞ്ഞു തന്നു, എന്തൊക്കെ കേൾക്കണം, നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരം ഓരോന്നും ഏത് പേജിൽ എന്നെനിക്ക് ഫോണിൽ SMS അയച്ചു തരും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരിക്കലും എനിക്ക് പറഞ്ഞു തന്നത് പാസ്റ്ററല്ല, ദൈവം പാസ്റ്ററിലൂടെ, ദൈവദാസനിലൂടെ നമ്മളോട് പറയിക്കുകയാണ്. എന്റെ ചോദ്യങ്ങളെല്ലാം ഉത്തരം എനിക്ക് കിട്ടി. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പന്തലിലൊരുക്കുകയാണ്, ഇതിന്റെ മുകളിൽ പന്തലൊരുക്കിയിരിക്കുന്ന ദൈവമാണ്. ഇരുമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള കോട്ടയ്ക്കുള്ളിൽ നിങ്ങളെ രക്ഷിക്കുന്നു. പുറത്ത് തീ മഴ പെയ്യുമ്പോൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നു. പുറത്ത് തീ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി പറയും, അതവിടെ പെയ്യട്ടെ, എനിക്ക് മുകളിൽ ദൈവം ഒരു കുട പിടിച്ചിരിക്കുകയാണ്. ആ കുട തകർക്കാൻ ഒരു തീമഴയ്ക്കും കഴിയില്ല.
ഒരിക്കലുള്ള കുടയാണ് നമുക്ക് ചുറ്റും പിടിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം കയ്യിലെടുത്തു. എന്ത് പറയുമ്പോഴും ഒരു കുലുക്കോൽ, എന്ത് പത്രത്തിൽ എഴുതിയാലും എന്ത് ചാനലിൽ പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്നറിയാം, എന്നെ ദൈവം രക്ഷിക്കും, യേശു എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിന്ന് ദൈവം എന്റെ നെറ്റിയിൽ തൊടുന്നത് എനിക്ക് കാണാം. അതുകൊണ്ട് നന്മ ചെയ്യുക, പ്രാർത്ഥിക്കുക. ജീവിതത്തെ എല്ലാ പ്രതിസന്ധിയും നേരിടാനുള്ള കരുത്ത് ദൈവം നമ്മളിൽ അകത്ത് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഉണരണമെങ്കിൽ ദൈവവിശ്വാസത്തോടെ മാത്രമേ പറ്റൂ. ദൈവത്തെ അറിയാൻ ശ്രമിക്കണം. നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഒരു നേർച്ചയോ വഴിപാടോ പ്രാർത്ഥന നടത്തുന്ന അർത്ഥമില്ല. ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും അലഞ്ഞു തിരിയുന്ന, നമ്മളെ വഴിതെറ്റിക്കുന്ന സാത്താനെ ഓടിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. യേശു അത് ചെയ്യും. നമ്മുടെ പാപം ചെയ്യാത്ത ആരുമില്ല. പാപം ഏത് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിവ് വളരെ ആപേക്ഷികമാണ്. കാരണം ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഒരു കാര്യം തെറ്റായിരിക്കാം, മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ അതേ കാര്യം ശരിയായിരിക്കാം. നമ്മൾ നാട്ടിൽ പറയും, ഒരു പഴഞ്ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം. ഇവിടെ 2 അല്ല 6 അഭിപ്രായമുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ദൈവം തിരിച്ചറിയും. നമ്മുടെ തെറ്റുകളും ശരികളും നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ആ തെറ്റുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് നമ്മളെ പ്രതിസന്ധികളിലൂടെ നടത്തുമ്പോൾ ദൈവം നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ബൈബിളിലെ ഒരു വചനം പറഞ്ഞുകൊണ്ട് പാസ്റ്ററിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, വേദനകളും ദുഃഖങ്ങളും എല്ലാം ദൈവം തരുന്നത് നമ്മളെല്ലാം കാണിച്ചു തരികയാണ്. പലതും അങ്ങയുടെ മുമ്പിൽ തെളിയും എന്ന് എന്നോട് പാസ്റ്റർ പറഞ്ഞു. സത്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്റെ അനുഭവങ്ങൾ, എന്റെ ഉള്ളിൽ എന്റെ വേദനകൾ എനിക്ക് തന്ന പാഠം ലോകത്ത് ആർക്കും കിട്ടാത്ത പാഠമാണ്. അതിനെ ഞാൻ ദൈവത്തോട് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു ഭയങ്കരമായിട്ട്. കാരണം വെച്ചാൽ ഒരാളെ മാറ്റാൻ, മനസ്സിലുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയാണ് ദൈവം. തീർച്ചയായിട്ടും ദൈവം നമ്മോടൊപ്പം ജീവിക്കുന്നു. ക്രൂശിതനായി നമ്മൾക്ക് വേണ്ടി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന, നമുക്ക് മുൻപും പിൻപും ഇപ്പോഴും ഇനി ജീവിക്കാൻ പോകുന്നവരുമായ മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂശിലേക്ക് പോയ യേശു 3-ാം നാൾ ഉഴുത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുകയല്ല, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നതാണ് സത്യം. നമ്മുടെ പാസ്റ്റർ സഭ പറയുന്നു ദൈവം ജീവിക്കുന്നു എന്നാണ്. ദൈവം നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ ദൈവത്തിന്റെ പുറത്ത് തട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്, അറിയുന്നില്ല. വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ തട്ടി മാറ്റും. കാരണം നമ്മുടെ മുമ്പിൽ സാത്താൻ മാടി വിളിക്കുകയാണ്, ഓടുകയാണ് അങ്ങോട്ട്. ആ ഓട്ടം നിർത്തി അടുത്തു നിൽക്കുന്ന ദൈവത്തെ അറിയുക, ആ ദൈവത്തെ സ്പർശിക്കുക. ദൈവത്തിന്റെ സ്പർശനമേക്കാനുള്ള ഭാഗ്യമാണ് ഈ സുവിശേഷം. ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു. അനേകമായിരം നമ്മൾ കണ്ടു വിവിധ രാജ്യങ്ങളിൽ. അമേരിക്കയിൽ ഒരു പൊതുപരിപാടി വെച്ചാൽ പോലും ഇത്ര ആൾ കൂടില്ല. പക്ഷേ പാസ്റ്റർ പ്രഭാഷണം കേൾക്കാൻ ഇത്രയധികം ആളുകളുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വഴിയിലേക്ക് വരാൻ അവർക്ക് അവസരമുണ്ടെങ്കിൽ, നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് ദൈവം അവസരം തരും. നമ്മളെ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളെ തിരിച്ചറിഞ്ഞാൽ ലോകത്തെ ഏത് പ്രതിസന്ധിയും, ഏത് ആരോപണങ്ങളെയും, ഏത് ആക്രമണത്തെയും നേരിടാൻ ദൈവം എന്ന ശക്തി കഴിയും. നമ്മുടെ ഒപ്പമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെയും എന്റെയും ശരീരത്തിൽ സ്പർശിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ രക്ഷകനാണ്. ആ യേശു നമ്മളെ രക്ഷിക്കും, ഒരു സംശയം വേണ്ട. ഇത് പറയാൻ ഞാൻ ഭാഷനെ വിളിച്ചവൻ പറഞ്ഞു, ഭാഷ പ്രസംഗം നന്നായി, ഒരു പ്രസംഗം. ഞാൻ പറഞ്ഞ പ്രസംഗമൊന്നുമില്ല, എന്റെ ജീവിതം തുറന്നു വയ്ക്കാം. ഗണേഷ് കുമാറിനെ വിളിക്കാനൊന്നുള്ള ആളല്ല, എല്ലാം തുറന്നു വയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്റെ ശത്രുക്കൾക്ക് സന്തോഷമാണ്. കാരണം അതെടുത്ത് വെച്ച് അമ്മാനാണല്ലോ. എനിക്ക് വിഷമമില്ല, എനിക്ക് ശത്രുതയില്ല ആരോടും. ജീവിതത്തിൽ ആരോടും ശത്രുതയില്ല, എല്ലാവരോടും സ്നേഹമുള്ളൂ. ഇന്നുവരെ ഞാൻ ശത്രുത കാണിച്ചു എന്ന് ഒരാളും പറയില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാം, എവിടെ വേണമെങ്കിലും. ഞാൻ പക വീട്ടി എന്നൊരാളും ലോകത്ത് പറയില്ല. അതിനൊന്നുള്ള അർഹതയുള്ളവരല്ല നമ്മൾ. മറ്റുള്ളവരോട് പക വീട്ടാനും പ്രതികാരം ചെയ്യാനെന്നുള്ള അവകാശവും അവസ്ഥയും നമ്മൾക്കില്ല. അതെല്ലാം ദൈവത്തിങ്കൽ സമർപ്പിച്ച് നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് പോവുക. മറ്റുള്ളവർ എന്ത് വേണോ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് തീമഴ പെയ്യുമ്പോഴും അകത്ത് ദൈവം നൽകിയ കുടക്കീഴിൽ, ദൈവം തീർത്ത ഒരു പന്തലിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. ഒരു ആപത്തും നമ്മളെ സമീപിക്കില്ല. ജീവിതത്തിൽ പ്രതിസന്ധിയില്ലാത്ത മനുഷ്യനില്ല, വേദനകളില്ലാത്ത മനുഷ്യനില്ല, തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യനില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തതെല്ലാം നല്ലതും ചീത്തയും ദൈവത്തെ സംരക്ഷിക്കും. ഇന്നിവിടെ നടത്തുന്ന ചാരിറ്റിയിൽ നിങ്ങൾ നൽകുന്നതെല്ലാം, ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു, ദൈവത്തിന് കടം കൊടുക്കാനൊരു അവസരം നമുക്ക് ദൈവം തന്നിരിക്കുക. നീ എനിക്ക് കുറച്ച് കടം താ. എങ്ങനെ? ഈ പാവങ്ങളായ നിർധനരെ സഹായിച്ചുകൊണ്ട് നീ എനിക്ക് കുറച്ച് പൈസ, നിങ്ങൾക്ക് പലിശയും കൂട്ടുപലിശയും ബ്ലേഡ് പലിശയും ചേർത്ത് നിന്റെ നന്മയ്ക്ക് ഞാൻ തിരിച്ചു നൽകും എന്നാണ് ആ സന്ദേശത്തിന്റെ അർത്ഥം. തീർച്ചയായിട്ടും നമ്മളിന്ന് ചെയ്യുന്നത് ഈ ചാരിറ്റി, ഇവിടെ നടന്ന ഓരോ ചാരിറ്റിയും അത് ടിനു ജോർജ് പാസ്റ്ററുടെ നേതൃത്വത്തിലാണ് നടക്കുന്നെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സംഭാവനകൾ, ചെയ്യുന്ന സഹകരണം, അതിനെല്ലാം സമ്മാനം ദൈവം വാങ്ങുന്ന പണം, ആ സഹായം, ദൈവം സ്വീകരിക്കുന്ന കടം, അത് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ലോകത്തില്ലാത്ത പലിശയ്ക്ക് അദ്ദേഹം നിങ്ങൾക്ക് നന്മയായി തന്നെ തിരിച്ചു നൽകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിച്ച പാസ്റ്ററോടും സഭയുടെ എല്ലാ ആൾക്കാരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും പങ്കുവയ്ക്കാൻ ഇനിയും ഞാൻ വരും. കുറച്ചുകൂടി ഇവിടെ ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഹൃദയം തുറക്കാതെ ഒരു ദിവസം നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഞാനൊന്ന് തുറക്കാം, കുറച്ചുകൂടെ നന്നായിട്ട്. നാളെ ഇത് കോമഡി ആയിട്ട് ഉപയോഗിക്കും. അതറിഞ്ഞുകൊണ്ട് തന്നെ ഇതുകൂടെ കൊടുക്കണം. പക്ഷെ പറയുമ്പോൾ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞതും തമാശയാക്കും. അതുകൊണ്ട്
ആവശ്യത്തിനല്ലല്ലോ എന്ന് ഉപയോഗിക്കുന്നത്, അനാവശ്യത്തിന് ഉപയോഗിക്കും എന്നെനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, അതിനെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിലൂടെ മാത്രമാണ് എന്റെ ഉയർച്ച. അത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അത് തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.